കാര്യമായാലും അങ്ങാടിക്കാര്യമായാലും അന്താരാഷ്ട്ര കാര്യമായാലും അത് ആത്മീയ കാര്യമായാലും ഭൗതിക കാര്യമായാലും അള്ളാഹുവിനെ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടിപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രമേ നാം ഈ വിഷയത്തിൽ പൂർത്തിയാക്കുകയുള്ളൂ. ആരെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് അള്ളാഹ് പറഞ്ഞതാണോ അല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാനത് പ്രാവർത്തികമാക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ്? അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ആളെയും ഞാൻ അംഗീകരിക്കൂല എന്ന് ഞാൻ ഷഹാദത്ത് പറഞ്ഞു പോയി. ആ കരാർ ലംഘിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. അപ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കുക? അള്ളാഹു കൽപ്പിച്ചതിനെ പൂർത്തിയാക്കുക നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളെ സ്വന്തം ഇച്ഛപ്രകാരമാണോ? നിങ്ങളെ കണ്ടുപിടുത്തമനുസരിച്ചാണോ? നിങ്ങളെ ആധുനികന്റെ ഭൗതിക ശാസ്ത്രം സയൻസ് ശാസ്ത്രം അനുസരിച്ചാണോ? അതോ നിങ്ങളെ ലോജിക്ക് അനുസരിച്ചാണോ? അല്ലെങ്കിൽ നിങ്ങൾ കുറെ ആൾ ഭൂരിപക്ഷം കൂടിയിട്ട് ഇന്നത് നമുക്ക് നല്ല കാര്യമായിട്ട് ചെയ്യാം, ഇന്നത് നമുക്ക് ചീത്ത കാര്യം ഒഴിവാക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കലാണോ? അത് പറ്റുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉലൂഹിയത്തിൽ നിങ്ങൾ ഷഹാദത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിയോഗിച്ചയക്കുന്ന പ്രവാചകന്റെ റിസാലത്തിനും നിങ്ങൾ ഷഹാദത്ത് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം. അനുസരിക്കുമെന്ന് അള്ളാഹ് ഉറപ്പ് കൊടുക്കണം. ശരി, അനുസരിച്ചോളാം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ഈ റിസാലത്ത് അനുസരിച്ചുള്ള അഅമാലുകളെ തർത്തീബാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്താൻ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കണം. ഒന്ന്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പണ്ടേ അംഗീകരിച്ച ഷഹാദ. രണ്ടാമത്തത്, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കൂല എന്ന ഇപ്പോൾ അംഗീകരിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദ. ഈ ഷഹാദ ഇസ്തിഖാമത്താകണമെങ്കിൽ അഅമാലുകൾ അനിവാര്യമാണ്. അമലുകളെയാണ് അല്ലാഹു തആല അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നാം ഒന്ന് പറഞ്ഞിരുന്നുവല്ലോ, ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയുമായി ബന്ധപ്പെട്ട കടുകടുത്ത ഭാഷയാണ്. എന്നെ മാത്രമേ അംഗീകരിക്കാവൂ എന്ന്. ഉടൻ തന്നെ അല്ലാഹു തആല പറഞ്ഞു, എന്നെ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിക്കാൻ വഅഖിമിസ്സലാത്ത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കാൻ, എന്നെ ചിന്തിക്കാൻ, നിങ്ങൾ എനിക്ക് തന്ന കരാറ് നിങ്ങൾ പാലിക്കാൻ നിസ്കാരത്തെ നിലനിർത്തുക. അപ്പൊ അഅമാലുകളെ അല്ലാഹു തആല ഇസ്തിഖാമത്തിന് വേണ്ടി ഏർപ്പാടാക്കി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ നിലനിൽക്കുന്നതിന്റെ ഊർജം, അതിന്റെ എനർജി നിസ്കാരമാണ്. വേറൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. വഖല്ലാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു ഔലിയാനോ ഒരു വലിയനെയോ ശൈഖിനെയോ ജിന്നിനെയോ മലക്കിനെയോ ഒന്നിനെയും നിങ്ങൾ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആശ്രയിക്കാവൂ. ആ വിഷയം നിങ്ങൾ അള്ളാഹിനെ തന്നെ ആയിരിക്കണം അറിയിക്കുന്നത്. അത് തീരുമാനമായ വിഷയമാണ്. ഉടൻ തന്നെ അല്ലാഹു തആല അമലിലേക്ക് കടന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യണം. അപ്പൊ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന അമല് ഇബാദുകൾ അടിമകളോടുള്ള കടപ്പാടാണ്. നിസ്കരിക്കുക എന്നുള്ള അമല് അത് ഉടമയായ അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും തൗഹീദ് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ ചേർത്ത് പറഞ്ഞു. ആദ്യം പറഞ്ഞെടുത്ത് നിസ്കാരത്തെ ചേർത്ത് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞെടുത്ത് മാതാപിതാക്കളെ ചേർത്ത് പറഞ്ഞു. അതെ, തൗഹീദ് ഷഹാദ, തൗഹീദിനുള്ള ഷഹാദ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ റിസാലത്തിലുള്ള ഷഹാദ പ്രാവർത്തികമാകണം. അതിന് രണ്ട് വകുപ്പാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒന്ന് അസ്ലൻ, രണ്ടാമത്തത് وصفا. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, എന്താണ് ഈ അസ്ൽ? അസ്ല് ഇഖ്ലാസാണ്, തൗഹീദാണ്. മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ചുള്ള അമലാണെങ്കിലും അത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ചിലര് മുഹമ്മദി റിസാലത്തനുസരിച്ചുള്ള അമലാണ് ചെയ്യുക, പക്ഷെ അത് ഏതെങ്കിലും വലിയ അഡ്രസ്സിലായിരിക്കും. അദ്ദാദ് റാത്തീബ് പോലെ, നാരിയത്തു സലാത്ത് പോലെ ഇതൊക്കെ ചെയ്യുന്നത് അമലാണ്. പക്ഷെ ആ അമല് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള അമലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എന്താണുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദ് നബിയെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം. ഇദാ ആതാക്കുമുർ റസൂലു ഫഖുദൂ
നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നതായിരിക്കണം അത്. നിങ്ങൾ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നതായിരിക്കണം അത്. അതൊരു സുബ്ഹാനല്ലാഹ് പറയുന്ന കേസായാലും ശരി, അത് ഇന്ന തങ്ങളുടെ പേരിൽ ഇന്ന ശൈഖിന്റെ പേരിൽ ഇല്ല, അങ്ങനെ ഒരു ഏർപ്പാടും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചു തന്ന അമാലുകളെ ശൈഖിലേക്കോ മറ്റോ നിസ്ബത്ത് ചെയ്തുകൊണ്ട് അമൽ ചെയ്താൽ അത് ഷഹാദത്തിനെതിരാണ്. അതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിനെ നാം നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് നാരിയത്തുസ്സലാത്തിനെ നാം നിഷേധിക്കുന്നത്. നാരിയത്തുസ്സലാത്ത് 5-ാം നൂറ്റാണ്ടിൽ ഏതോ ജോർഡാനിലെങ്ങാനുള്ള ഒരു ഇബ്രാഹിം ഷെയ്ഖ് ഇബ്രാഹിം, ഒരു സൂഫി തരീഖത്തിന്റെ ഷെയ്ഖ്, ആ ഷെയ്ഖ് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ക്രിസ്താബ്ദം 5-ാം നൂറ്റാണ്ട് ഹിജ്റാബ്ദം റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് നാരിയത്തുസ്സലാത്ത് തുടങ്ങുന്നത്. ദീനുൽ ഇസ്ലാമായിട്ട് എന്ത് ബന്ധമാണ് അതിന്? ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് എന്ത് ബന്ധമാണ് അതിന്? മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് എന്ത് ബന്ധമാണ് അതിന്? അബ്ദുല്ലാഹിൽ അദ്ദാദുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹദ്ദാദ് റാത്തീബ്. അതെന്തിനാ അങ്ങനെ ഒരാള് മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുക, ചെയ്യുന്ന അമല ഏതെങ്കിലും ഷെയ്ഖിന്റെ അഡ്രസ്സിലാക്കുക? അത് പറ്റൂല എന്നാ ഇസ്ലാം പറയുന്നത്. അത് സലഫികൾ പറയുന്നല്ല, അത് പറ്റൂല എന്നാ അല്ലാഹ് പറയുന്നത്. അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ. അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം അള്ളാന്റെ കൽപ്പന അനുസരിച്ച്, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം റസൂലിന്റെ കൽപ്പന അനുസരിച്ച്. എന്തൊരു അമൽ ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദുർ റസൂൽ അനുസരിച്ചായിരിക്കണം. ചിലപ്പോൾ നല്ലതായിരിക്കാം. ഈ ഉളു ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ റസൂല പഠിപ്പിച്ചത് എത്രയേ ഉള്ളൂ? ബിസ്മില്ലാഹ്, വേറൊന്നും പഠിപ്പിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് ഉളു ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ബിസ്മില്ലാഹ് എന്ന് മാത്രം പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതേ അവസരത്തിൽ മധ്യകാലഘട്ടത്തിൽ വന്ന മുസ്ലിയാക്കന്മാർ എന്തെല്ലാം ദുആകളാണ് പഠിപ്പിച്ചാന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹി ലദീ ജഅൽ മാ തഹുറ. അതേപോലെ തന്നെ മുഖം കഴുകുമ്പോൾ അല്ലാഹുവേ, പിന്നെ കറുത്ത മുഖം വെളുത്ത മുഖവും നിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ എന്റെ മുഖം നീ വെളുത്ത വുജൂഹിന്റെ കൂട്ടത്തിൽ പെടുത്തണേ. കൈ കഴുകുമ്പോൾ അല്ലാഹുവേ എന്റെ കിതാബ് വലത്തേക്കിമത്തരണേ. കാല് കഴുകുമ്പോൾ അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിന്റെ കാല് ഉറപ്പിച്ചേരണേ. ഇമാം നവവി ഈ ദുആ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഹാദിഹി കുല്ലുഹാ ബിദ്അ, ഇത് മുഴുവനും ബിദ്അത്തിന്റെ ദുആണ്. ആ ഹാദിഹി കുല്ലുഹാ ബിദ്അ മാറ്റി നിർത്തിയ ഇമാം നവവി പറഞ്ഞ പോലെയാ മനസ്സിലാക്കുക. ഈ ഇമാമികളുടെ രീതി അതാണ്. ആ പറയാനുള്ളത് മുഴുവനും പറയും, എന്നിട്ട് ലാസ്റ്റാണ് തീരുമാനം പറയുക. ഈ ലാസ്റ്റ് തീരുമാനം കട്ട് ചെയ്താൽ പിന്നെ പറയുന്നല്ല നമുക്ക് അനുകൂലമാണെന്ന് വെച്ച് തീർക്കാല. ഇങ്ങനെയാണ് ഇത് സംഭവം. എല്ലാ സംഭവം അങ്ങനെ തന്നെയാണ്. അത് പറ്റുകയില്ല എന്നാണ് നാം പറയുന്നത്. മുഹമ്മദ് റസൂലിനെ അനുസരിച്ച് മാത്രമേ ഒരു സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ നമുക്ക് അവകാശമുള്ളൂ. അല്ലാത്തതൊന്നും നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ രീതിയിൽ പൂർത്തിയാക്കുന്നത് എങ്ങനെയായിരിക്കണം? അതാണ് രണ്ടാമത്തെ ചർച്ച. മുഹമ്മദി റിസാലത്തനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? പൂർണ്ണമായും മുഹമ്മദി റിസാലത്തിന് യോജിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്തൊക്കെ യോജിക്കണം? സബബൻ. ഒന്നാമത്തെ കാര്യം, ആ അമല് എന്ത് കാരണത്തിനാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ആ കാരണവുമായിട്ട് ഇതിന് ബന്ധം വേണം. റസൂലുള്ള പഠിപ്പിച്ച കാരണവുമായിട്ട് ഇതിന് ബന്ധം വേണം. നമ്മളെ വക കാരണമുണ്ടാക്കി അമലുണ്ടാക്കാൻ പറ്റുകയില്ല. മേറാജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു നോമ്പ് റസൂലുള്ളാഹി തങ്ങൾ ആ നോമ്പിനെ മേറാജുമായിട്ട് അങ്ങനെ ഒരു നോമ്പ് ബന്ധപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് റസൂൽ നിശ്ചയിക്കാത്ത കാരണവുമായിട്ട് നമ്മൾ അമലുകളെ ബന്ധിപ്പിച്ച് ചെയ്യാൻ പറ്റുകയില്ല. അമലിനെ വിധങ്ങൾ പഠിപ്പിച്ചതായിരിക്കാം, പക്ഷെ അതിന് കാരണം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്തതായിട്ട് ബന്ധപ്പെടണം ഇല്ല. ഒരു കാരണവശാലും സബബ് മുഹമ്മദി റിസാലത്തുമായിട്ട് യോജിച്ചിരിക്കണം. ആ ചെയ്യുന്ന അമല് എന്ത് കാരണത്താലാണ് എന്ന് കൃത്യമായി മുഹമ്മദി റിസാലത്തനുസരിച്ച് തന്നെ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഉസ്താദുമാരെ വക ശഅബാൻ 15 ബറാഅത്ത് അങ്ങനെ ഒരു പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടില്ല. ബറാഅത്തിന് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാരണത്തെ നമ്മളെ വകയുള്ള അമലുകൾ വെച്ചുകൊണ്ടാകാൻ പാടില്ല. അപ്പം ബറാഅത്ത് അങ്ങനെ ഒരു വാക്ക് റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ശഅബാൻ 15 അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നത്തെ രാത്രി അല്ലാഹു തആല ബനൂ കിലാബ് ഗോത്രക്കാരുടെ ആട്ടിൻപറ്റങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. അതെ, അതുകൊണ്ട് ഇന്ന് അമൽ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ബറാഅത്ത് ശഅബാൻ 15 രാത്രിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു 3 യാസീൻ ഓതാം. എന്താ സംഭവിച്ചവിടെ? കാരണം യോജിച്ചില്ല, സബബ് യോജിച്ചില്ല.